ആ ഒരു ടൈം നമുക്ക് ഏജായി 30 വയസ്സായി, കല്യാണം ആയിട്ടില്ല, ഫിനാൻഷ്യലി ഞാൻ കൊണ്ട് കളഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നപ്പം എല്ലാവരും നമ്മൾ ഓവർ പവർ ചെയ്യും. കാരണം നീ ഇതുവരെ ജീവിച്ചത് നീ തെറ്റായിരുന്നു എന്നാണ് എല്ലാവരും എന്നെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരുന്നത്, ഞാൻ തെറ്റായിരുന്നു എന്ന്. പക്ഷെ എൻ്റെ അമ്മ മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അമ്മക്ക് ഇങ്ങനെ ഈ പറ്റും എന്ന് പറഞ്ഞ് എന്നെ പൊക്കിക്കൊണ്ടിരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് എൻ്റെ വീട്ടുകാരും എനിക്ക് പരിചയമുള്ളവരൊക്കെ പറഞ്ഞ് ഇത്ര വയസ്സായ സ്ഥിതിക്ക് ഇനി യാതൊരു കാരണവശാലും 30 വയസ്സിലെ 32 വയസ്സുള്ള പയ്യന്മാരൊന്നും കിട്ടില്ല, 35+ ഉള്ള പയ്യന്മാരെ അല്ലെങ്കിൽ 40 വയസ്സുള്ള പയ്യന്മാരെ കിട്ടുള്ളൂ പറഞ്ഞിട്ടാണ് ഇവർ എനിക്ക് അയച്ചു തരുന്നത്. അപ്പം ഞാനിതിലൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ കല്യാണം കഴിക്കണം എന്നുള്ള തോട്ട് വരാനുള്ള റീസൺ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയതോടെ ആൾക്കാരുടെ പണ്ട് നമ്മളെ അടുത്ത് സംസാരിച്ച രീതിയൊന്നുമല്ല, അവര് നേരെ ബാക്ക് ടു എന്താ കല്യാണം കഴിക്കാത്ത, എന്താ ഇതാവാത്ത, നമുക്ക് ഫ്രണ്ട്സ് ആവാം, ഇങ്ങനത്തെയൊക്കെ ടോപ്പിക്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ, എനിക്ക് എന്നെ പോലത്തെ ഒരാൾക്ക് ഒന്നെങ്കിൽ ഞാൻ ഒരാളെ എനിക്ക് വേണം സപ്പോർട്ട് ചെയ്യാൻ. അതിപ്പോൾ എൻ്റെ അമ്മ ഇത്രയും കാലമുണ്ട്, ഇനി ഒരു പരിധി വരെയല്ലേ അമ്മയ്ക്കൊക്കെ പറ്റുള്ളൂ, എനിക്കൊരു ഹസ്ബൻഡ് ഫിഗർ വേണം. അങ്ങനെ ഒരു തോട്ട് വന്നു. അപ്പോഴാണ് ഈ മാഷിനെ, അതിനു മുന്നേ മാഷായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ജന്മം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരാളെ ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് വിചാരിച്ചായിരുന്നു. അയ്യോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജന്മം ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ച് ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഒരു പോയിന്റില് ഞാൻ എങ്ങനെ താങ്കളെ കല്യാണം കഴിച്ച് ജീവിച്ചത് ഞാൻ ഇപ്പോഴും ആലോചിക്കും.